ചാനൽ ചർച്ചയ്ക്കിടയിൽ അബ്ദുള്ള പറഞ്ഞത്, ഞങ്ങൾ മുസ്ലിങ്ങൾ ഇപ്പോൾ 20% ഈ 20% മതി നിങ്ങൾ ഭൂരിപക്ഷം വരുന്ന 80% ഇല്ലാതാക്കാൻ. പോലീസും പട്ടാളവും ഒന്ന് മാറി നിൽക്കണമെന്നു മാത്രമേ ഉള്ളൂ. ആ പോലീസും പട്ടാളവും മാറി നിൽക്കുന്ന സമയം നോക്കി 80% വരുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ 20% വരുന്ന ആളുകൾ മതിയെന്ന്. ഇതൊക്കെ ഒരു മുന്നറിയിപ്പാ. ഇവരുടെ ഇടയിൽ നടക്കുന്ന ഗൂഢാലോചനകളും ഇവരുടെ മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഊട്ടി ഉറപ്പിക്കാനുള്ള, നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള അവസരത്തിനു വേണ്ടി ഊഴം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണത്. ഇപ്പോ സിറിയ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പലായനം ചെയ്തു. എന്തിനാണ് ഈ പലായനം ചെയ്തത്? ഇവരുടെ സ്വന്തം രാജ്യത്ത് ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. എന്താ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തത്? മതനിയമം കടുപ്പിച്ചു. മതനിയമം ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അത് തന്നെയാണ് അഫ്ഗാനിലും സംഭവിച്ചത്. അതുവരെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമത്തിനു വേണ്ടി വാളെടുത്തവർ, കൊടി പിടിച്ചവർ, ഘോരം പ്രസംഗിച്ചവർ, പിന്നീട് 6-ാം നൂറ്റാണ്ടിന്റെ മതനിയമം മൂർച്ഛിച്ചപ്പോൾ ഇവർക്ക് ആ രാജ്യത്ത് പറ്റാതെയായി. അതുകൊണ്ടാണ് അഫ്ഗാൻ താലിബാനികൾ പിടിച്ചപ്പോൾ ഫ്ലൈറ്റിന്റെ ചിറകിൽ അള്ളിപ്പിടിച്ചിട്ട് വരെ മനുഷ്യന്മാർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അവർക്കറിയാം, കുറച്ച് ഫ്ലൈറ്റ് ഉയരുമ്പോൾ നമ്മൾ ചിതറിത്തെറിക്കും, നമുക്ക് ഒരുപാട് ദൂരം സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ ഇവിടെ കിടന്ന് ഈ താലിബാനികളുടെ ചവിട്ടും കുത്തും കൊണ്ട് മരണപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ മരിക്കുന്നതാണ് എന്ന് തീരുമാനിക്കുന്നു. ഒരു പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് താലിബാന് കീഴടങ്ങാൻ തയ്യാറാകുന്നെങ്കിൽ ആ അമ്മയുടെ ആകുലത എത്രമാത്രമുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവരിവിടുത്തെ മതനിയമം ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാതെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ചെന്ന് കയറും. എന്നിട്ട് ഇവരുടെ തലയിൽ ഈ ഗ്രന്ഥമുണ്ടാകും, കക്ഷത്തിനിടയിൽ ഈ പുസ്തകം അടുക്കി പിടിച്ചിട്ടുമുണ്ടാവും. ഈ പുസ്തകമാണ് ഇവരെ പുറത്താക്കിയത്. ഈ പുസ്തകത്തിന്റെ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ നാട് വിട്ടു പോയത്. എന്നിട്ട് ഒരു യമൻകാരി അമേരിക്കയിൽ ചെന്ന അഭയാർത്ഥിയായിട്ട് അവരെ വക്കീലായി. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഖുർആൻ തൊട്ടിട്ടാണ്. ഈ ഖുർആനാണ് ഇവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ഇവരെ പുറത്താക്കിയത് പറഞ്ഞ രാജ്യത്ത് നിന്ന്. ഇവര് മതനിയമം കുറച്ച് കടുപ്പിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇവർ വലിഞ്ഞു ചെന്ന് കയറും അഭയം ചോദിച്ചിട്ട്. അവർ മനുഷ്യന്മാരായതുകൊണ്ട്, അവർക്കൊക്കെ മനുഷ്യത്വം ഉള്ളത് കൊണ്ട് അവരൊക്കെ ഇവർക്ക് അഭയം നൽകുകയും ചെയ്യും. ആദം ഇറങ്ങിപ്പോയിക്കോ മോനെ, ഞാൻ കുറച്ച് നേരത്തെ ചവിട്ടി പുറത്താക്കാൻ നിന്നതാ, പോയിക്കോ, വല്ലാതെ ഇവിടെ കിടന്ന് പൊളയ്ക്കണ്ട. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വലിഞ്ഞു കയറി ചെന്നിട്ട് അവിടെ ഈ മതനിയമം നടപ്പിലാക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടിയേറ്റക്കാരുണ്ടാക്കുന്ന പ്രശ്നം. കാരണം സ്വീഡനിലും ഒക്കെ ആളുകൾ ഖുർആൻ കൂട്ടിയിട്ട് കത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? കത്തിച്ചിട്ട് പൊയ്ക്കോടാന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇന്ന് പിന്നെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറിനെ നിങ്ങൾ കണ്ടിരുന്നോ? ഒരു ഡെമോക്രാറ്റിക് പാർട്ടി അംഗമാണ് ആള്, സൊഹ്റാൻ മംദാനി. ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്തത് വലിയ രൂപത്തിൽ വാർത്തയായി. മാൻഹട്ടനിലെ ഡീകമ്മീഷൻ ചെയ്ത ഒരു സബ്വേയിലായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. നഗരത്തിന്റെ മേയർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മുസ്ലിം കൂടിയാണ് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഈ മംദാനി. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ആയിട്ടുള്ള ലെറ്റിറ്റ ജെയിംസ് ഇവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ്. ഖുർആനിൽ കൈവച്ചിട്ടാണ് ഈ വാചകം ഇയാൾ ഏറ്റുചൊല്ലുന്നത്. ഭാര്യ റമാ ദുവാജി മംദാനിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയും ആദരവുമാണ് എന്നാണ് മംദാനി അതിനെക്കുറിച്ച് പറഞ്ഞത്. ന്യൂയോർക്ക് മേയർമാർ 2 വട്ടം സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. ആദ്യം പഴയ സബ്വേയിൽ വെച്ചിട്ട്,
പിന്നീട് മുനിസിപ്പാലിറ്റി ആസ്ഥാന മന്ദിരത്തിൽ വെച്ചും ചെയ്യും. ഈ രീതിയാണ് മംദാനിയും പിന്തുടരുന്നത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് സിറ്റി ഹാളിൽ ആദ്യം. രണ്ടാമത്തെ സത്യപ്രതിജ്ഞയും അങ്ങനെയാണ്. അങ്ങനെ പിന്നെ US സെനറ്ററി ബേണി ആളാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇന്ത്യയിൽ ജനിച്ച ഒരു ഉഗാണ്ടൻ അക്കാഡമിക്കാരനാണ് ഇയാൾ. ഈ മഹ്മൂദ് മംദാനി എന്നാണ് അയാളുടെ മുഴുവൻ പേര്. ഇന്ത്യൻ ചലച്ചിത്ര സംവിധായികയായിട്ടുള്ള മീര നായരുടെ മകനാണ് ഇയാൾ. പിന്നെ സുഹ്റാൻ മംദാനി, ഇയാൾ ഹാഫ് മുസ്ലിമാണ്. പക്ഷെ ഇയാൾ മുസ്ലിം കൾച്ചറാണെന്നാണ് പറയുന്നത്. ഇയാളുടെ ഉമ്മയോ വാപ്പയോ 7ാമത്തെ വയസ്സിലാണ് ഇയാളും കുടുംബവും ഒക്കെ ന്യൂയോർക്കിലേക്ക് പോകുന്നതെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് അയാൾക്ക് 2018 തോന്നുന്നു അമേരിക്കൻ പൗരത്വം കിട്ടുന്നത്. അപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നെന്ന് തോന്നുന്നു ഇയാളുടെ പേരൻസ്, എനിക്കറിയില്ല. എന്തോ ആവട്ടെ, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഖുർആനിൽ കൈവച്ചിട്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഖുർആനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് നിങ്ങൾ കണ്ടിരുന്നു. സെയ്തെ ആദ്യം മലയാളം എന്ന് എഴുതാൻ പഠിച്ചിട്ട് വച്ചല്ലേ. എടാ, മലയാളം പോലും എഴുതാൻ അറിയാത്ത നിന്നോടൊക്കെ എന്തോ സംസാരിക്കാനാടാ. ഒരു 5ന്റെ വിവരമില്ല. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അതുമില്ല. മലയാളമെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും അറിയാമോ? അതുമില്ല. ഒരു നഴ്സറി ബുദ്ധി പോലും ഇല്ലാത്ത നിന്നോടൊക്കെ എന്തോ പറയാനാടാ. നിന്നെയൊക്കെ എടുത്ത് പുറത്ത് കളയാന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. നിന്നോടൊന്നും സംസാരിക്കാൻ കൊള്ളത്തില്ല. ഇപ്പോൾ സുഡാപ്പികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ എന്താ സെയ്തേ, നിന്റെ ഉമ്മ കിളവിയാകത്തില്ലേ, നീ കിളവനാകത്തില്ലേ, എന്നും ഇങ്ങനെ കൂടുതൽ തന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇങ്ങനെ നിൽക്കുമോ എല്ലാ കാലത്തും? എടാ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുള്ളതാ. നീ എന്താ വിചാരിച്ചത് ഞാൻ പുതിയ കല്യാണം ആലോചിച്ച് വന്നതാണെന്നോ? നീ അപ്പൊ ചെറുപ്പക്കാരിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ? 16കാരിയെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോടാ നാറികളെ. ഈ അലവലാദികളാണ് വിഷയത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ പടച്ചോന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഒരുപാട് ആളുകൾ, ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ഇതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പടച്ചോന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ ഇവർക്ക് മതപരമായിട്ട് ഒരിക്കലും ജനാധിപത്യ വിശ്വാസത്തോടുകൂടി ഇവരെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയില്ല. കാര്യം മനസ്സിലായോ? ഇസ്ലാം എന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, മതേതരത്വത്തിന് വിരുദ്ധമാണ്, ദേശീയതയ്ക്ക് വിരുദ്ധമാണ്. അപ്പൊ ഇങ്ങനെ ഇവര് ഖുർആനിൽ തൊട്ട്, നാളെ ഇവർക്ക് പറയാലോ ഞാൻ ഖുർആൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് കയറിയത്. ഇവരെ ഇങ്ങനെ ഇപ്പം സ്ത്രീകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമോ? പറ്റില്ല. ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് അവർക്കതിന് കഴിഞ്ഞത്. എന്നിട്ടും ഇവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഖുർആനിൽ കൈവച്ചിട്ട്. ആഹാ, സൂപ്പർ. ഇവന് മാത്രമായിട്ട് ഞാനിനി അയച്ചു കൊടുക്കണം. ഒന്ന് ഇറങ്ങിപ്പോടാ നാറികളെ. ഇവരൊക്കെ വന്നിട്ട് വിഷയത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. വേറൊരുത്തം വന്നിട്ട് കണ്ടില്ലേ, എവിടെയാണ്, ആരാണ് അങ്ങനെ ചെയ്തത് നോക്കട്ടെ, കാണിക്കേ. ഇത് വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത ചോദ്യം, അതിന് താലിബാനികളാണോ മുസ്ലിങ്ങൾ? ഷംന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സബീന ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ജയ് യൂണിയ.
എന്ത് ചെയ്യാനാ? എത്ര തെളിവുകൾ കാണിച്ചാലും ഇവർക്ക് പറ്റില്ല. എത്ര തെളിവുകൾ കാണിച്ച്, ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വ്യാപകമായിട്ട് കിട്ടുന്ന സംഗതിയല്ലേ. എത്രയോ ആളുകൾ ഇവര് ജനാധിപത്യത്തിന്റെ പഴുതുപയോഗിച്ചിട്ടാണ് ഇവരിവിടെ വരെ കയറിയിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ? പാടില്ല. അവളെ ഭരണമേൽപ്പിക്കാമോ? പാടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഭരണം പെണ്ണിനെ ഏൽപ്പിച്ചാൽ ആ നാട് മുടിഞ്ഞു പോകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇവന്മാരെയൊക്കെ കൊണ്ട് തോറ്റു.